ഓഫ് ഷോറിലെ ബാർജിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് പലരും ചോദിച്ചുള്ള കാര്യമായിരുന്നു. വൈഫൈ ഒക്കെ കിട്ടും, പ്രോപ്പറായിട്ട് വൈഫൈ കാര്യങ്ങളൊക്കെ കിട്ടും, അതുപോലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ കിട്ടണം, പിന്നെ ഈ മുണ്ട് നമ്മുടെ കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണല്ലോ മുണ്ട്. അപ്പൊ ആ ഒരു മുണ്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കുമോ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടുള്ള കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. ഞാനിപ്പോൾ സൗദിയിലാണ്, അരാംകോന്റെ പ്രൊജക്റ്റിലാണ്. പിന്നെ ഞാൻ നിൽക്കുന്നത് ബാർജിലാണ്, വെസലല്ല. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വെസലായിരുന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ബാർജിലാണ്. ഓക്കെ, അപ്പൊ ബാർജിലത്തെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടത്. നമ്മുടെ റൂമിന്റെ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും നമ്മുടെ വർക്ക് തുടങ്ങുന്നത് തൊട്ട് തുടങ്ങാട്ടോ. നമ്മുടെ വർക്ക് ശരിക്കും തുടങ്ങുന്നത് 6 മണിക്കാണ്. അപ്പൊ 6 മണിക്ക് ആ ഒരു തുടങ്ങുന്ന സമയത്ത് നമ്മളോട് എനിക്കുമ്പോൾ ഏകദേശം ഒരു 4:30 മുതൽ എനിക്കേണ്ടതായിട്ട് വരും. അതായത് ഒരു റൂമിൽ 4 പേരാണ് വരുന്നത്, പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. അപ്പൊ എന്റെ റൂമിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരാൾ 4:30 എനിക്ക്, പിന്നെ ഞാൻ എനിക്ക് 4:45, പിന്നെ ഒരാൾ 5 മണിക്ക്, പിന്നെ ഒരാൾ 5:15. ഈ ഒരു ടൈമിലേക്കാണ് എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോകാന്ന് പതിവ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വർക്കിന് പോകും. ഓക്കെ, അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തുമ്പോൾ പലരും ഏകദേശം ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു 8 മണി നേരമൊക്കെ ആകുമ്പോഴേക്കും പലരെ ഉറങ്ങാനായിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റൂമിൽ 4 പേരാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 2 പേർക്ക് ഇപ്പോൾ ഉറക്കം വന്നു. ഇപ്പോൾ 2 പേര് ഇപ്പൊ ഉറങ്ങേണ്ട കുറച്ച് നേരം തുറന്നുണ്ട്, അതുവരെ എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സമയത്ത് ഉറങ്ങണവർക്ക് എങ്ങനെയാ വെച്ചാൽ ഡിസ്റ്റർബ് ആവാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഈ കാണുന്ന കർട്ടണില്ലേ, ഈ കർട്ടൺ രണ്ടും ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ബാർജിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കുള്ള കർട്ടൺ ഒരുമിച്ച് ക്ലോസ് ചെയ്യുന്ന രീതിയാണ്. വെസലിലായിരിക്കുന്ന സമയത്ത്, നമ്മൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വെസലിലായിരിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിരുന്നു. ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് ആവരുത് എന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അങ്ങനെ ഡിസ്റ്റർബൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അവർ ഉറങ്ങുന്ന സമയത്ത് ഫോണും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ല ശബ്ദത്തിലൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടും. എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ റൂമിലെ, അതായത് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, AC വർക്ക് ചെയ്യുന്നില്ല, ഇപ്പം എന്തെങ്കിലും പൈപ്പിൽ വെള്ളം വരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതായി കാണുന്ന ഒരു ഫോണില്ല, ആ ഫോണിലൊന്ന് വിളിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൺ ദ സ്പോട്ടിൽ അവർ വന്ന് നമ്മുടെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ തീർത്ത് തരും. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ ഒക്കെ കിട്ടും കേട്ടോ. വൈഫൈ പലരും ചോദിച്ചൊരു കാര്യമായിരുന്നു, ബാർജിൽ എങ്ങനെയാണ് വൈഫൈ ഒക്കെ കിട്ടുമെന്ന്. നമുക്ക് വൈഫൈ കിട്ടും, പക്ഷെ എന്താ പറയുക, ഒരു സ്പീഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ സിം റീചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ STCയുടെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു അൺലിമിറ്റഡ് സോഷ്യൽ മീഡിയയും അതുപോലെ പ്ലെയിൻ ഡാറ്റ ആയിട്ട് 10 GB ആണ് വരുന്നത്. ഇതിന് വരുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്നൊരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 അല്ല, നാട്ടിലത്തെ 2000 രൂപയാണ്. 2000 ചില്ലാനും രൂപയുടെ മേലെ വരും. ഇവിടെ ഏകദേശം ഒരു 100 റിയാൽ 104 റിയാലാണ് വരുന്നത്. അപ്പൊ അതിന്റെ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. വൈഫൈ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സ്പീഡും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പൊ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് മെസ്സേജ് പോകുള്ളൂ. അപ്പൊ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ AC-യുടെ ഒരു ബ്ലോവറാണ് കേട്ടോ. ഇത് കൂട്ടും കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പലരും കുറച്ചിട്ട് ചിലപ്പോൾ ഇത് ഓഫ് ചെയ്തിടും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു AC-യുടെ ഈ ഒരു വെന്റിലേഷൻ ശരിക്കും ഓഫ് ചെയ്തിടാൻ പാടില്ല. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ക്യാപ്റ്റന് അതിന്റെ നോട്ടിഫിക്കേഷൻ പോകും. നോട്ടിഫിക്കേഷൻ ചെറിയൊരു സിഗ്നൽ പോകും. ഇതിന്റെ ഭാഗത്ത് അത് ഓഫാണ്. ശരിക്കും ഇത് എപ്പോഴും ഓണിൽ കിടക്കണം, അത് ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പ്രോബ്ലം ആണ്. റൂമിൽ നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മുണ്ട് യൂസ് ചെയ്യണമെങ്കിൽ മുണ്ട് യൂസ് ചെയ്യാം. ഇനി അതല്ല നിക്കർ ടൈപ്പ് എന്തെങ്കിലും, നിക്കറോ അല്ലാതെ എനിക്ക് ട്രൗസറോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മുട്ടിന്റെ താഴേക്കുള്ള ഡ്രസ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ റൂമിൽ ഏത് തരത്തിലുള്ള ചെരുപ്പ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ചപ്പൽസൊക്കെ യൂസ് ചെയ്യാം, അതുപോലെ സ്ലിപ്പറൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതുപോലെ പുറത്തേക്ക് പോകുമ്പോൾ ക്രോക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഷൂ ഒക്കെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ, ഈ ഡ്രസ്സൊന്നും നമ്മൾ കഴുകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. നമ്മൾ രാവിലെ 6 മണി മുതൽ 10 മണി വരെ ഇത് ഏത് ടൈമിലായാലും ആ ഒരു ടൈമിൽ ഈ ഡ്രസ്സ്, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സായാലും കവറോളായാലും ഇത് നമുക്കൊരു ജസ്റ്റ് ഒരു കവർ ഉണ്ടാവും, ഒരു ചാക്ക് പോലത്തെ ഒരു കവർ ഉണ്ടാവും. ആ കവറിൽ ഇട്ടിട്ട് നമ്മുടെ റൂമിന്റെ വെളിയിൽ നിർത്താൻ മാത്രം മതി. അവര് ഈ ഡ്രസ്സ് കഴുകുന്ന ആൾക്കാർ വന്ന്, ലോണ്ടറിലത്തെ ആൾക്കാർ വന്ന് ഇത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊണ്ട് വെച്ച് തരും. നേരം എടുക്കുമ്പോഴേക്കും അത് കൊടുന്ന് എല്ലാ കാര്യങ്ങളും വാഷ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തരും. നമ്മുടെ റൂമിൽ 4 ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഡ്രില്ലിന്റെ സമയത്തുണ്ടല്ലോ, ആ ഡ്രില്ലിന്റെ സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ധരിച്ചുകൊണ്ട് മസ്റ്റർ സ്റ്റേഷനിലേക്ക് പോകണം. നേരത്തെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. രാവിലെ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങുന്നത് 6 മണിക്കാണ്. 5:50 ആകുമ്പോഴേക്കും നമ്മൾ മസ്റ്റർ സ്റ്റേഷനിൽ എത്തി നമുക്ക് ഡെയിലി TBT മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഡ്രില്ല് വല്ലപ്പോഴാണ് ഉണ്ടാവുക, ഒരു 2 ആഴ്ച കൂടുമ്പോഴേക്കാണ് ഡ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ ഒരു ഡ്രില്ലാണ് നമ്മുടെ സ്കാബ. ഓക്കെ, സ്കാബയുടെ ഈ ഡ്രില്ല് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ HROSന്റെ ഒരു ഡ്രില്ല് ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ
ഈ സ്കാബ ധരിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ അധികം യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഇത്തിരി വിലയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓഫ്ഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഗ്യാസ് ഐറ്റംസും ഒക്കെ എപ്പോഴാണ് റിലീസ് ആവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് വിഷവാതകമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ H2S ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നുള്ളൊരു ഡ്രില്ല് കാര്യങ്ങളൊക്കെ അവർ 2 ആഴ്ച കൂടുമ്പോൾ തരും. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കണ ഒരു വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നെസ്ലയുടെ വാട്ടർ ബോട്ടിലല്ല, വെള്ളം. ഈ നെസ്ലയുടെ വെള്ളമാണ് കേട്ടോ നമ്മളോട് ഉപയോഗിക്കണേ. നമ്മൾ ഇതിന് മുന്നുണ്ടായിരുന്ന വെസലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വെള്ളം കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാവും. അവിടെ പോയിട്ട് നമ്മുടെ തന്നെ കുപ്പിയിൽ പോയി പിടിക്കാണ് വേണ്ടത്. ഇവിടെ അങ്ങനെയുള്ള സെപ്പറേറ്റ് ഇതുപോലത്തെ ഓരോ ബോട്ടിലുണ്ട്. ഈ ബോട്ടിൽ നമ്മുടെ റൂമിൽ തന്നെ കുറേ ബോട്ടിൽ ഇങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ടാവും. അതിൽ നമുക്ക് ആവശ്യത്തിനടുത്ത് കുടിക്കാം. ഓക്കെ, അത് നമ്മൾ വേറെ ഇനി പോയിട്ട് വെള്ളം പിടിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ റൂമിൽ ഇതേപോലുള്ള ഡസ്റ്റ്ബിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു വിധത്തിലുള്ള എല്ലാ വേസ്റ്റും നമുക്ക് ഇതിൽ ഇടാം. അല്ലാണ്ട് വേറെ ഓപ്ഷൻ നമുക്കില്ല. പുറമേ പോയിട്ട് കളയാനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റെവിടെയും കൊണ്ട് വെക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. റൂമിലത്തെ എന്തെങ്കിലും വേസ്റ്റ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡസ്റ്റ്ബിനിൽ ഇട്ടാൽ മതി. ഡെയിലി അവരൊന്ന് ക്ലീൻ ചെയ്തോളും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കിടക്കുന്ന ബെഡ് കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ ആഴ്ചയിൽ മാറ്റുന്നതായിരിക്കും കേട്ടോ. ബെഡ്ഷീറ്റ് ആയാലും അതുപോലെ തന്നെ പില്ലോ കവർ ആയാലും ആഴ്ചയിൽ മാറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഡവിൻ്റെ സോപ്പും പിന്നെ ലക്സിൻ്റെ സോപ്പും, ഡവിൻ്റെയും ലക്സിൻ്റെയും വലിയ കട്ട 2 സോപ്പ് നമുക്ക് 1 മാസത്തേക്കായിട്ടാണ് തരുന്നത്. ഏറ്റവും ആദ്യം ഒരാഴ്ചയിലായിരുന്നു, അതിപ്പോൾ മാറ്റി 1 മാസത്തേക്കാക്കി. അത് 2 വലിയ സോപ്പാണ്. പിന്നെ അതുപോലെ ചോക്ലേറ്റ്സും പ്രിങ്കിൾസും നമുക്ക് ആഴ്ചയിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഈ ഓഫ് ഷോറിലേക്കൊക്കെ മെയിനായിട്ട് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ട്രാവൽ അഡാപ്റ്ററൊക്കെ വാങ്ങി വെക്കണം നല്ലതാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോന്നിലും പലതിലും പല ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഒരു ട്രാവൽ അഡാപ്റ്ററൊക്കെ വാങ്ങി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ബാത്റൂമിലായാലും അതുപോലെ തന്നെ നമ്മുടെ മെസ്സുകളിലായാലും എവിടെയായാലും ഹോട്ടും അതുപോലെ തന്നെ കോൾഡായിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുക. ഇനിയിപ്പോൾ കുളിക്കാനായാലും ഹോട്ടും അതുപോലെ തന്നെ കോൾഡും ആയിട്ടുള്ള വെള്ളമാണ് നമുക്കിവിടെ കിട്ടുക. അതുകൊണ്ട് ഈ ചൂടുവെള്ളം കിട്ടുമോ തണുത്തോളം കിട്ടുമോ എന്ന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കിപ്പോൾ ചൂടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചൂടും, തണുപ്പാണ് വേണ്ടതെങ്കിൽ തണുപ്പും കിട്ടും കേട്ടോ. റൂമിൽ വെച്ചിട്ട് ഒരിക്കലും സ്മോക്ക് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ സ്മോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് ഏരിയ ഉണ്ട്. അഥവാ നമ്മൾ റൂമിലേക്ക് സ്മോക്ക് ചെയ്തത് ആരെങ്കിലും കണ്ട് അത് വിഷയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കമ്പനിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞു വിടും. ഓക്കെ, ഇനി സ്മോക്ക് ചെയ്യണം, അത്രയും സ്മോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോക്സ് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ക്രോക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഷൂ, നോർമലായിട്ടുള്ള ഷൂ കാര്യങ്ങളൊക്കെ അതൊക്കെ യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു ഡ്രസ്സിന്റെ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിന് താഴേക്കുള്ള ഡ്രസ്സ് വേണം യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കവറോട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈ ഒരു റൂമിന്റെ പുറത്തേക്ക് അലൗഡ് ആണ്. പക്ഷെ എന്താണ്, ബസ്സുകളിലേക്കും അതുപോലെ തന്നെ ഗെയിമിംഗ് റൂമിലേക്കും കവറോട്ട് കയറാൻ പാടില്ല. അതുപോലെ തന്നെയാണ് സേഫ്റ്റി ഷൂ ഇട്ട് കയറാനും പാടില്ല. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൂമിന്റെ പുറമെയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇനി ബാർജിന്റെ പുറമേക്ക് മാത്രമാണ് നമ്മുടെ സേഫ്റ്റി ഷൂ കാര്യങ്ങളൊക്കെ അലൗഡ് ആയിട്ടുള്ളൂ. ഇവിടെ ഒന്നും സേഫ്റ്റി ഷൂ കാര്യങ്ങളൊന്നും ഇട്ട് നടക്കാനായിട്ട് പാടില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റെയർ കേസ് ഒക്കെ യൂസ് ചെയ്യും. അതായത് സ്റ്റെയർ കേസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്നും അങ്ങനെ കൂട്ടം കൂടി നിൽക്കാനോ അല്ലാതെ ഇവിടെ വന്നിരിക്കാനൊന്നും പാടില്ല. പിന്നെ നമ്മളെപ്പോഴും ഈ ഹാൻഡ് റൈലൊക്കെ യൂസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇനി നമ്മൾ പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലുള്ള ഹാൻഡ് റൈലും തിരിച്ചു വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ഹാൻഡ് റൈലും വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബസ്സുകാരനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം പറയുന്നത് രാവിലെ 4:30 മുതൽ 6:30 വരെയാണ്. ഓക്കെ, 6:30 വരെയാണെങ്കിലും 6 മണിയാകുമ്പോഴേക്കും നമുക്ക് ഡ്യൂട്ടിക്ക് പോകണം. അതിന് മുന്നേ ആയിട്ട് 5:50 ആകുമ്പോഴേക്കും ടൂൾ ബോക്സ് സ്റ്റോപ്പ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് പോകണം. ഓക്കെ, അപ്പോൾ 5:50 ആകുമ്പോഴേക്കും നമ്മൾ ബസ് കാണുന്ന ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കണം. എന്നിട്ട് വർക്കിന് പോയിരിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു 9 മണി മുതൽ 9:15 വരെ ഒരു ടീ ബ്രേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതിന് നമ്മൾ ബസ്സുകളിലേക്ക് അല്ല വരിക, ടീം സ്നാക്സ് ആയിട്ട് നമുക്ക് പുറമേ വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഓഫീസിൽ വന്നിട്ടുണ്ടാവും, അവിടെ പോയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലഞ്ച് ടൈമാണ് കേട്ടോ. 11:20 മുതൽ 12:20 വരെയാണ് നമ്മുടെ ലഞ്ച് ടൈം വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമുക്കൊരു 3 മണി മുതൽ 3:15 വരെ ഒരു ടീ ബ്രേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നൈറ്റിലത്തെ ഒരു ഡിന്നർ എന്ന് പറയുന്നത് 5 മണി മുതൽ 7:30 വരെയാണ് നമുക്ക് ഡിന്നർ കിട്ടുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഇത്തിരി ടൈം കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓഫ് ഷോറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് ഷോറിൽ എല്ലായിടത്തും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ ജ്യൂസസ് ഒക്കെ ഇഷ്ടം പോലെയാണ്. കോള, പെപ്സി, മിറാണ്ട അങ്ങനെ ഇഷ്ടം പോലെ ജ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ബസ്സുകാരിൽ നമ്മൾ ഇരിക്കുമ്പോൾ വരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ VIP ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് അവർക്ക് മാത്രം ഇരിക്കാനായിട്ടുള്ള റിസർവ്ഡ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മളൊന്നും ഇരിക്കാനായിട്ട് പാടില്ല. അത് കമ്പനിയുടെ CSR അല്ലെങ്കിൽ ആരാംകോന്റെ CSR അവർക്ക് വേണ്ടി മാത്രം ഒഴിച്ചിട്ട സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ക്യാപ്റ്റന് സെപ്പറേറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് മാത്രം സെപ്പറേറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട VVIPകൾക്ക് മാത്രമായിട്ട് പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റംസ് ഒക്കെ വേറെ സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ റിസർവ്ഡ് സീറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക്.
മെഡിക്കലിന്റെ സെക്ഷൻ നമുക്ക് നോക്കാം. മെഡിക്കലിന്റെ സെക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ വിചാരിക്കും ഇപ്പൊ ഈ മാസം ചെയ്തില്ലെങ്കിൽ അടുത്ത മാസം ചെയ്യാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. കറക്റ്റ് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഫോളോ ചെയ്തിങ്ങനെ പോകണം. ഓക്കെ, അതിൽ യാതൊരു കോംപ്രമൈസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മുടെ കമ്പനിയുടെ പോളിസിക്ക് എതിരാണ് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂടാണെന്നുണ്ടെങ്കിൽ കുറയാണെന്നുണ്ടെങ്കിൽ കൂടെ ട്രീറ്റ്മെന്റ് കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മളതിനെ നേരെ കരാലിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു മൈനർ ആയിട്ടുള്ള ആക്സിഡൻസ് അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സെക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതല്ല ഇവിടെ നിൽക്കില്ല എന്നുണ്ടെങ്കിൽ അവർ നേരെ നമ്മളതിനെ കരാലിക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു ആശങ്ക ഉണ്ടായിരിക്കും. ഇപ്പൊ ചിലവർക്ക് എന്താ പറയാ പ്രഷറിന്റെ ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ വിചാരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിൽ വരുമ്പോൾ ഈ മെഡിസിൻസ് കാര്യങ്ങൾ കഴിഞ്ഞ് എന്ത് ചെയ്യുന്നതാണ്. അതായത് ഇവിടെ നമുക്ക് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി എന്തെങ്കിലും അവൈലബിൾ അല്ലാത്തതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവരുടെ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ എന്നുള്ള ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തു കഴിഞ്ഞ് ഇവര് അത് കലയിന്ന് വരുത്തി ചേരും. അതിന് വേറെ അഡീഷണൽ ചാർജസ് ഇല്ല. പക്ഷെ ആ ഒരു ഗുളികയുടെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മരുന്നിന്റെ ആ ഒരു മെഡിസിന്റെ പൈസ നമ്മൾ കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഭാരതത്തിലെ മുസ്ലിംസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഏരിയ ഒക്കെ ഉണ്ട്. ഒരു പ്രയർ റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ചർച്ച തന്നെ പറയാം. കാരണം വെച്ചാൽ സൗദി ആണല്ലോ, അപ്പൊ കൂടുതലായിട്ടും മുസ്ലിംസ് കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മെയിൻലി ഫ്രൈഡേ ദിവസം, അതായത് അവർക്ക് ഫ്രൈഡേ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും നിസ്കാരത്തിനൊക്കെ ആയിട്ട് ഒരു ചർച്ച് പോലെയുള്ള ഒരു റൂം ഉണ്ടായിരിക്കും. അവിടെ പോയിട്ട് നമുക്ക് നിസ്കരിക്കാനൊക്കെ ആയിട്ട് പറ്റും. നമ്മൾ വർക്കിനെ പോകുന്ന സമയത്ത് നമ്മുടെ ടീ കാർഡ് മാറ്റിയിട്ട് റെഡ് കാർഡിലേക്ക് ആക്കണം. അതേപോലെ തന്നെ ടീ കാർഡ് വരുന്ന സമയത്ത്, അത് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ബാർജിലേക്ക് എത്തുന്ന സമയത്ത് അത് ഗ്രീൻ കാർഡിലേക്ക് ആക്കണം. നമ്മൾ അനാവശ്യമായിട്ട് മസ്റ്റർ സ്റ്റേഷനിലേക്കോ അതേപോലെ തന്നെ ബ്രിഡ്ജിലേക്കോ ഒന്നും പോകാനായിട്ട് പാടില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ക്യാപ്റ്റനൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ തന്നെ പാടുള്ളൂ. അത് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ സീനിയറൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഡയറക്റ്റ് പോയിട്ട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, പലതരത്തിലുള്ള ഡ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡ്രില്ലൊന്നും നമ്മൾ ഒഴിവാക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കമ്പനിയുടെ പോളിസിക്ക് എതിരാണ് കേട്ടോ. പിന്നെ നമ്മൾ ബാർജിനൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ കടലിൽ ഇങ്ങനെ കുറെ ഫിഷോട് ഇങ്ങനെ പോണ കാണാം. ഇപ്പൊ ചില സമയത്ത് ഷാർക്ക് കാണാം, ഡോൾഫിൻ കാണാം, പലതരത്തിലുള്ള മീനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ കടൽ പാമ്പിനെ വരെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പിന്നെ ജെല്ലി ഫിഷ്, അപ്പൊ അത്തരത്തിലുള്ള ഫിഷുകളും കാര്യങ്ങളും കാണുന്ന സമയത്ത് നമുക്ക് ചൂണ്ടിട്ടാലോ എന്ന് ഒരു ചിന്ത വരും. അങ്ങനെ ചൂണ്ടിടാനൊന്നും പാടില്ല കേട്ടാ. അങ്ങനെ ചൂണ്ടിടുന്നത് ഇവിടെ പ്രോഹിബിറ്റഡ് ആണ്. മുടി വെട്ടാനായിട്ട് ഇവിടെ വേറെ ബാർബർ ഷോപ്പുകളൊന്നും ഇതിനുള്ളിൽ ഉണ്ടാവില്ല കേട്ടാ. പലരും ഇവിടെ എങ്ങനെ വെട്ടണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാലെ ട്രിമ്മർ ഉണ്ടാവും. അവരെ സ്വയമായിട്ട് തന്നെ ചിലപ്പോൾ മുടി വെട്ടാൻ അറിയുന്നവര് അങ്ങനെ വെട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മുടി വെട്ടി തരുന്നവരുണ്ട്. അത് ഇതുപോലെ മുടി വെട്ട അങ്ങനെ അത്ര വശമില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് വലിയ സ്റ്റൈലും ഭംഗിയൊന്നും പ്രതീക്ഷിക്കരുത്. ഇപ്പൊ എന്റെ ഈ മുടി വെട്ടി തന്നെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചേട്ടൻ വെട്ടിയെന്നാണ്. ഓക്കെ, ചിലർ പൈസ വാങ്ങും, ചിലർ പൈസ വാങ്ങില്ല. ഇനി സാധാരണ ഓപ്ഷനിലൊക്കെ എങ്ങനെയാണ്, റൊട്ടേഷൻ പീരീഡ് ആയിരിക്കും. ഇപ്പൊ എന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ പീരീഡ് അല്ല, കോൺട്രാക്ട് പീരീഡ് ആണ്. ഓക്കെ, ഒരു വർഷം ആകുമ്പോഴാണ് നമുക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെയാണ് പിന്നെ എന്റെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങാൻ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അത് എത്തിച്ചു തരുമോ? അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ എത്തിച്ചു തരില്ല. നമുക്ക് വേണ്ട പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ എത്തിച്ചു തരില്ല. ഓൺലി മെഡിക്കൽ ഐറ്റംസ് മാത്രമേ നമുക്ക് ഇവിടെ എത്തിച്ചു തരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കണം. ഓക്കെ, അല്ല അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കരയിലേക്ക് പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ഒരു ബാങ്ക് ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ട്രിപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു ട്രിപ്പിലാണ് നമ്മൾ കരയിലേക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് ഇവിടെ വരാവുന്നതാണ്. അതിലിപ്പോ നമുക്ക് ചിപ്സ് ഉൾപ്പെടുത്താം, ഇനി മറ്റുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങി കൊടുക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതായത് വേസ്റ്റ് സെഗ്രിഗേഷൻ. അതായത് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റിലും അതുപോലെ മെറ്റലിന്റെ വേസ്റ്റിലും ഫുഡിന്റെ വേസ്റ്റിലും പേപ്പർ ഐറ്റംസ് ഒക്കെ ഉള്ളത് അതിന്റെ വേസ്റ്റിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടണം. ഇത് മിക്സ് ആക്കി ഇടുന്നത് നമ്മുടെ കമ്പനിയുടെ പോളിസിക്കും അതേപോലെ തന്നെ ഈ ബാർജിന്റെ പോളിസിക്കും എതിരാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ കമന്റിലും ഞാൻ റിപ്ലൈ കാര്യങ്ങളൊക്കെ ഏകദേശം തരാറുണ്ട്. പിന്നെ ഉള്ള ചിലതൊന്നും എനിക്ക് തരാൻ പറ്റാറില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഓപ്ഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം.